ഇവൻ നിന്റെ തലയിൽ എണ്ണ ഉണ്ടോടാ? പക്ഷെ ശരീരം മെലിഞ്ഞ ശരീരം. ഇവന്റെ പ്രായത്തിനനുസരിച്ചുള്ള വണ്ണം ഉണ്ട് കേട്ടോ. ഡിസൈനൊക്കെ കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? Welcome to Windows Dreams. Hi, Windows Dreams ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ആൻസൂട്ടനാണെങ്കിലേ ഇന്ന് സ്കൂളിൽ പോയില്ല. ആൻസൂട്ടനാണെങ്കിൽ നല്ല തലവേദനയായിരുന്നു ഇന്നലെയും. ഇന്ന് രാവിലെ നല്ല ചൂടായിരുന്നേ. അപ്പോൾ ആൻസൂട്ടനെ ഇന്നിവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുത്തി. സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ ഗ്രൗണ്ടിലാണെങ്കിൽ തല കറങ്ങി വേച്ചു പോയി എന്നൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ടീച്ചറിനോട് പറയരുതെന്ന് കൂട്ടുകാരോട് പറഞ്ഞെന്ന് തല്ല് കിട്ടുമെന്ന് ഓർത്തിട്ട് ഇവന് ഭയങ്കര പേടിയാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടുന്ന എൻ്റെ ധാരണ, അല്ലെങ്കിൽ വഴക്ക് പറയുന്നൊക്കെ ധാരണ. അസുഖം വന്നെന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്ന ധാരണ. എന്താ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. ഇവൻ പറഞ്ഞില്ലെന്നേ, അതുകൊണ്ട് ഞാൻ ഇന്നിവനെ വിട്ടില്ല. അവന് അത്രേ ദൂരം കൂടുതലായതുകൊണ്ട് അതിപ്പോൾ ഒരു ബുദ്ധിമുട്ടായേക്കും. അവനാണെങ്കിൽ ഇച്ചിരി ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുള്ള കുട്ടിയാണ് കേട്ടോ. ഉണ്ടായപ്പോൾ തന്നെ കിഡ്നിക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇവനെ കിട്ടത്തില്ല എന്നുള്ള ഒരു സ്റ്റേജ് വരെ എത്തിയതാണ്. ഇവൻ്റെ പപ്പ എന്നിട്ട് ഒത്തിരി നേർച്ചയൊക്കെ നേർന്ന് അടിമയൊക്കെ വെച്ച് അങ്ങനെയാണ് ഇവനെ ഞാൻ എല്ലാ ബർത്ത്ഡേക്ക് ഇവനെ അടിമ പൈസ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് അടിമ പൈസ കൊടുക്കും. എൻ്റെ പപ്പ മുതലക്കടം പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞ് കുട്ടിക്കൊന്നും വരത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ തിരിച്ചിട്ടതിന് ഒരു മാസത്തോളം കുട്ടികളുടെ ICUവിലൊക്കെ കിടന്ന ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ഞാനും അവിടെ അഡ്മിറ്റായിരുന്നേ. അപ്പോൾ സിസേറിയൻ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പഴുത്തു. അങ്ങനെ ഞാനും അവിടെ അഡ്മിറ്റായി, ഇവനും അഡ്മിറ്റായി. ഇവൻ ICUവിൽ അഡ്മിറ്റായി. അങ്ങനെയാണ് ഇവനെ ലാക്ടജനൊക്കെ പിന്നെ കൊടുത്തു തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ് അന്നത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഇമ്മ്യൂണിറ്റി പവർ ഇച്ചിരി കുറവാണ്, രോഗപ്രതിരോധ ശേഷി കുറവാണ്, ഇല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇവന് അസുഖമൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം അതപ്പോൾ എന്താ പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഡാൻസ് തൊട്ട് വളരുമ്പോൾ അതൊക്കെ ഓക്കെ ആകും. കൊച്ചു പ്രായമായതുകൊണ്ടാണ്. പിന്നെ ഒരു നേരം അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ക്യാരക്ടറൊന്നും അല്ല. ഇപ്പം തലവേദന എടുത്തു എന്ന് പറഞ്ഞു, മരുന്നൊക്കെ കൊടുത്തതങ്ങ് മാറി, വേദന മാറി എന്ന് പറഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ പറന്ന് നടക്കത്തേ ഉള്ളൂ. ഒരു നേരം അടങ്ങിയിരിക്കുന്ന ക്യാരക്ടറേ അല്ല ഇവൻ. അതാണൊരു പ്രശ്നം. അപ്പോൾ അവനെങ്ങനെ വീടിനകത്ത് പിടിച്ചിരുത്താനായിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ മെനമണിയൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു ഇതൊക്കെ കൊടുത്താലൊക്കെ അടങ്ങിയിരിക്കത്തില്ല. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ വിചാരിച്ചു, നമ്മൾ ഒരിക്കലും വീഡിയോയിൽ കാണിക്കാത്ത ഒരു സെക്ഷനുണ്ട്. ഞാനിപ്പം യൂട്യൂബ് വീഡിയോസ് തുടങ്ങി ഇതുവരെ നമ്മളെടുക്കാത്ത ഒരു സെക്ഷനുണ്ട്. അതങ്ങ് കാണിക്കാമെന്ന് വെച്ചാൽ അത് കാണിക്കാനല്ല, നമ്മൾ അലമാരി അടുക്കി പറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചുരിദാർ സെക്ഷനാണ്. എനിക്കധികം ചുരിദാറില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിട്ട ചുരിദാറൊക്കെ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ കാണാത്ത കുറച്ച് ചുരിദാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് വീഡിയോയും എടുക്കുകയാണെങ്കിൽ ഒരു വീഡിയോയുമായി ചുരിദാർ ഇടാറില്ലേ എന്നുള്ള കമൻസിനൊക്കെ ഉള്ളൊരു മറുപടി കൂടിയായി കേട്ടോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ അതിനകത്ത് കയറി പോകണത്, ഇവൻ ഇതിനകത്ത് കയറി പോയാൽ അറിയത്തില്ല, പല്ലിക്കുഞ്ഞു പോലെ ഇരിക്കണോണ്ട്. മാറ് അങ്ങനെ ഇറങ്ങിക്കടാ, ഇറങ്ങിക്കടാ നീയാ. ഇതിനോട് എടുക്കട്ടെ. അല്ലേ, ടോപ്പ് മാത്രമായിട്ട് നമുക്കേ മടക്കണം. അത് നിന്നെ കാണണേ ഇല്ലടാ, പിന്നെ കാണില്ല. നമുക്ക് ടോപ്പ് മാത്രമായിട്ട് മടക്കിട്ട് എൻ്റെ പൊന്നോ മറിക്കണ അനുസരിച്ച് അതിന് പൊന്നോ എടുക്കാവോടാ. അതെന്നാടാ, ഇത് സാരി ബ്ലൗസാണോ? അല്ല, ടോപ്പ് മാത്രമായിട്ട് എടുത്താൽ മതിയേ. എന്നിട്ട് ബോട്ടം പിന്നെ സൈഡിലേക്ക് വെക്കാം. അതൊന്നും എടുക്കണ്ട, അതോടെ കിടക്കട്ടെ. ഞാൻ ഈ ഷർട്ട് തപ്പി മടുത്ത് പോയായിരുന്നു കേട്ടോ. ഇത് രോജ ചേട്ടൻ്റെ കല്യാണ ഡ്രസ്സാ, ക്രീം കളർ ഷർട്ട്. ഇതിൻ്റെ അടിയിൽ പെട്ട് കിടക്കാം. നീ അങ്ങോട്ട് കയറി പോണെങ്കിൽ വാ, ഇറങ്ങി വാ. ജോജ ചേട്ടൻ്റെ കല്യാണ ഡ്രസ്സ് കണ്ടോ, ചെറിയ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കാണാൻ പറ്റത്തില്ലായിരിക്കും, ഇങ്ങനെ ചെറിയ ഡിസൈൻ ഉണ്ട്. വെള്ള ആയതുകൊണ്ട് ജോജ ചേട്ടന് വെള്ള കളർ ഇഷ്ടമല്ലായിരുന്നു, ഇടത്തില്ലായിരുന്നു കേട്ടോ. ഇതൊരു ക്രീം കളറല്ലേ, അതുകൊണ്ട് ഇത് ഇടത്തില്ലായിരുന്നേ. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു തവണ എങ്ങാണ്ട് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ 2.5 കൊല്ലം ജീവിച്ചോളൂ. പക്ഷേ ഇടില്ലായിരുന്നു, വെള്ള ഇഷ്ടമല്ലായിരുന്നു, വൈറ്റ് കളറേ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കല്യാണ ഡ്രസ്സാണ്. ഇതിങ്ങനെ ഞാനിവിടെ ഹാങ്ങറിൽ തൂക്കിയിട്ടതാണല്ലോടാ. ഇതെങ്ങനെയാടാ അതിൻ്റെ അടിപ്പെട്ട് പോയേ? ഇതെങ്ങനെ ഇറങ്ങി വന്നേ? ഇതാ ഇവൻ്റെ കയ്യിലെ കുഴപ്പം. ഒരു കാര്യത്തിന് നിന്നാൽ ഇതിങ്ങനെയല്ലേ, ഇങ്ങനെ
എടാ ഹാങ്കറിങ് എടുത്തേടാ. എവിടെ? ആ നീല കുഞ്ഞു ബട്ടൺസ് നീ കണ്ടോടാ, കുഞ്ഞു ബട്ടൺസ്. ഇതിന്റെ ബട്ടൺസ് കണ്ടോ, കുഞ്ഞു ബട്ടൺസ്. കാണിച്ചേ, കല്യാണ ഡ്രസ്സാണ് ഡാൻസ് ചെയ്താ. അയ്യോ ഇത് കേറത്തില്ല, ഞാൻ നേരത്തെ തന്നെ ഞാൻ എന്തൊരു മന്ദബുദ്ധിയാവുന്നു. എടാ ഇത് പിടിച്ചാടാ ഇങ്ങനെ, ബട്ടൺ ഇടട്ടെ. എന്ത് കുഞ്ഞു ബട്ടൺസാ നോക്കിക്കേ. ഇത് കണ്ടോടാ സൈസ് 38. ജോജോച്ചേട്ടൻ്റെ വണ്ണയിലായിരുന്നു. ഇവന് വണ്ണം വെക്കാനുള്ളതെന്ന് എല്ലാവരും പറയുവേ. ഇവന്റെ പപ്പയ്ക്ക് തീരെ വണ്ണയിലായിരുന്നു, മെലിഞ്ഞ ആളായിരുന്നു കേട്ടോ. ആ ഒരു ശരീരമാണ് ഇവൻ. ആ ഷേപ്പും ആ ശരീരവും ആ പ്രകൃതവും നടപ്പും എടുപ്പും എല്ലാം മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശരീരം മെലിഞ്ഞ ശരീരം. ഇവന്റെ പ്രായത്തിനനുസരിച്ചുള്ള വണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഇതിനകത്തേക്ക് ഇട്ടേക്കട്ടെ. ഞാനിതിങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിരുന്നതാ. ഓരോ ചുരിദാറുകൾ ഇങ്ങനെ എടുത്തേടാ ആൻസേ. ബോട്ടം താഴേക്ക് ഇട്ടേരട്ടോ. ഞാൻ മടക്കി തരാം. മടക്കാനല്ല, വിടർത്തി കാണിക്കാനാ. ഞാൻ വിടർത്തി കാണിക്കാം. എത്രയോ വർഷമായ ചുരിദാറാന്നറിയോ? ഒത്തിരി നാളായി. 2017 കാലഘട്ടത്തിലുള്ള ചുരിദാറാണ് കേട്ടോ. ഞാൻ ചുരിദാറൊന്നും പുതിയ ചുരിദാറൊന്നും ഞാൻ എടുക്കാറേ ഇല്ല. ഞാൻ തയ്പ്പിച്ചതാണ്, തുണിയെടുത്ത് തയ്പ്പിച്ചത്. അവിടെ തൊടുപുഴ സ്റ്റാൻഡിനകത്ത് തന്നെയുള്ള ബ്യൂട്ടി പാർലറോട് കൂടി ഒരു ഷോപ്പുണ്ട്. സ്റ്റാൻഡിലേക്ക് ബസ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഷോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ നിന്ന് എടുത്തതാണ്. 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ചുരിദാർ വെച്ചിട്ടുണ്ട്. ഇതിന് യെല്ലോ ബോട്ടോ യെല്ലോ ഷോളും ആണ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു യെല്ലോ ഒക്കെ ഉള്ള ഒരു ടോപ്പോട് കൂടി അവിടുത്തെ ചേച്ചി എന്നെ കൊണ്ട് ഇടിപ്പിച്ച് ആ ടോപ്പ് കൂടെ തയ്ച്ച കൂട്ടത്തിലേക്ക് തന്നാട്ടോ. ഇതിവിടെ വയ്ക്കാം, കാണിച്ചേ. ഇവൻ എന്തുവായി കാണിക്കുന്നേ? വിട്ടടാ, സമയം പോകൂടാ. വിട്ടേ, ഇവൻ എന്നീ കാണിക്കണേ. വിട്ടേടാ, വിട്ടേ. എടാ അങ്ങനെ അല്ലടാ ആൻസ, നീ എന്നതായി കാണിക്കുന്നേ? അല്ലെന്നേ. ഇത് തന്നെയാണ് സീമാസിന്നല്ലേ? സീമാസിന്ന് എടുത്ത ആ ഇടത്തെ ഒരു മോഡൽ ആയിരുന്നു മസാക്കലി. ഞാനിത് എൻ്റെ മിക്ക വീഡിയോയിലും മറ്റേ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാനിപ്പം ഇത് ഇട്ടോണ്ടൊക്കെ പോകുന്നത് കാണാറുണ്ടല്ലേ. അനക്കല്ലേ കണ്ട കുഞ്ഞു കുഞ്ഞു വർക്കുകൾ. അതുപോലെ തന്നെ ബാക്കൊക്കെ കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം. അനക്കല്ലേ പിടിക്കില്ലേ? സമയമില്ലടാ. എടാ ഇതേ കളറുള്ള കേട്ടോ ഒരു വേറെ ഒരെണ്ണം ഉണ്ട്, മാർക്കേ. അതെന്തിയാ ഡാൻസ്? അതല്ല അതേ കളറുള്ള ഒരെണ്ണം ഉണ്ട്. അതിങ്ങെടുത്ത് തന്നെ. എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓൺലൈൻ ഡ്രസ്സ് എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെടുത്ത ഓൺലൈൻ ഡ്രസ്സാണ് ഇത്. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ലാത്ത ഒരു ഡ്രസ്സ് കൂടിയാണ്. കാണിച്ചു തരാവേ. വിട്ടേടാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഇന്ന് വരെ ഇട്ടിട്ടില്ല. ഞാൻ ഒരു ഫ്രോക്ക്. എന്നാടാ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത്. ഫ്രോക്ക് എന്തോ ഇതില്ലേ ഇങ്ങനെ അങ്ങ് താഴെ വരെ കിടക്കുന്ന സ്നാപ്ഡീലിൽ കണ്ട ഒരു ഫ്രോക്ക് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഇന്നേ വരെ ഇട്ടിട്ടില്ല. ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒറ്റ തവണ ഇട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ 400 രൂപ അത് തന്നെ. അപ്പൊ ദാ ഇത് അങ്ങനെ ഒരു ഫ്രോക്ക് വാങ്ങിയതാണ്. ഞാനിത് ഇന്നു വരെ ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്കിതൊന്ന് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് കേരളായിരിക്കും. എനിക്ക് അതും കഴിഞ്ഞ് വണ്ണം വെച്ചു. കുത്തഴിക്കാൻ വല്ലതും ഉണ്ടോടാ? കൊണ്ടറ കുത്തഴിക്കാൻ ഒരു ഇച്ചിരി സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് കുത്തഴിക്കാം. അതുപോലെ ഇതിന് കൈയും കാലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ സ്വന്തമായി പിടിപ്പിച്ചതാണ് ഈ സംഭവം.
സിൽവർ കളറിൽ ഒരു കൈ ചെറുതായിട്ട് പിടിപ്പിച്ചിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അതാ ആ ഉള്ളിൽ ചെറിയ ഇങ്ങനെ ഈ സ്ലീവ്ലെസ് ആയിരുന്നേ. ഇതിനൊരു ഷോളൊക്കെ ഉണ്ട്, ഞാനിത് ഇട്ടിട്ടേ ഇല്ല. പക്ഷേ ഇതെനിക്ക് ഒരു ദിവസം ഇടണം. എവിടെ ഇട്ടോണ്ട് ഓടാച്ച് ഇതൊക്കെ ഇട്ടാ റോഡിലേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഫാഷനൊക്കെ പോയടാ. ഒരടെ ഇത് ഫാഷനായിരുന്നു. എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടു. ഇത് നമുക്ക് ചുരിദാറ ഉടുപ്പൊക്കെ ആക്കിയിട്ടാലോ അല്ലേ? ഇറക്കമൊക്കെ കളഞ്ഞിട്ട് സംഭവം സൂപ്പറായിരുന്നു. പക്ഷെ ഇതിൻ്റെ മോഡലൊക്കെ ഇപ്പൊ പോയി. ഇതിന്റെ ബ്ലൂ ഉണ്ടായിരുന്നേ. അതേ സമയം പോയി. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ വാങ്ങിയില്ല. ഇത് പാവാടയാക്കിയാലോ അല്ലേ? പാവാടയാക്കാനുള്ള വട്ടം ഉണ്ടാവില്ല. അല്ലെ ഇത് ഉടുപ്പാക്കിയാലോ? അല്ലെ എന്നെ ഇറക്കാൻ കുറച്ചിട്ട് ചുരിദാറാക്കിയാലോ? എന്തോ ആക്കാനോ എനിക്കറിയത്തില്ല. മെടിയാക്കിയാലോടാ. എന്നിട്ട് വീട്ടിൽ ഇട്ടുണ്ടോ? നല്ല പകുതി വെട്ടിക്കളഞ്ഞാലോ? 400 രൂപ വെള്ളത്തിൽ പോയി. സ്നാപ്ഡീലിൽ നിന്ന് വാങ്ങിയതാ. ഇത് ഏറ്റവും അടിയിലിരിക്കട്ടെ, ഇടാറില്ലാത്ത സംഭവമല്ലേ. പിന്നെ ഏതാ? ഇത് അതിന്റെ പിങ്ക് ഒന്നും അല്ല, ഇതൊരു ചുരിദാറാ. ഈ ചുരിദാർ എനിക്കിപ്പോ കേറത്തില്ല. എന്താ ചെയ്യാനാന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ണം വീട്ടിലിരുന്ന് വണ്ണം വെച്ചിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വേണം എനിക്ക് വണ്ണം കുറയ്ക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് കേട്ടോ. ഇതിന് ഒരുപാട് വിലയൊന്നും ആയിട്ടില്ല. ഞാനിത് തൊടുപുഴ ചെറിയൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് കണ്ടോ? ഇതിൻ്റെ അടിയിലെ ആ ഡിസൈനൊക്കെ കണ്ടോ? അതുപോലെ ഈ കളറൊക്കെ കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് കേട്ടോ. പക്ഷേ ഞാനിത് ഇട്ടിട്ട് ഒത്തിരി നാളായി. എനിക്കിത് ചേരത്തില്ല ഇപ്പം. അതുകൊണ്ടാണ് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റാക്കിയിട്ട് വേണം വീണ്ടും ഇടാനെന്നൊക്കെ വിചാരിക്കുന്നു. എന്താണേലും അടിപൊളിയാണേ. നിങ്ങൾ കാണാത്ത ചുരിദാറുകളാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഈ ഒരു കളറും ഈ ഒരു പൂവും കണ്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ചുരിദാർ. പക്ഷെ ഇതിൻ്റെയൊക്കെ മോഡൽ പോയിട്ടാണ്. നമ്മൾ മോഡൽ പോയാലും നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാ ക്രിസ്മസിനും ഞാൻ ഇടുന്ന ഒരു ഉടുപ്പ് കാണിച്ചു തരാവേ. ഈ വർഷം ഇതാണോടാ ഇട്ടേ? അല്ല, ഈ വർഷം പുതിയ ഉടുപ്പ് എടുക്കുമത്. എല്ലാ ക്രിസ്മസിനും ഇടുന്ന ഫ്രോക്ക് ടൈപ്പുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇത് ഞാൻ കല്യാണ സിൽസിൽ നിന്ന് എടുത്തത്. എത്ര 3000 കണ്ടായെന്ന് തോന്നുന്നു. 3000? റെഡ് കളറ്. ഓ എന്തുവാണ്? അയ്യോടെ പല്ല് കൊണ്ട് മുറിഞ്ഞാവോ. ഇതെല്ലാരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ റീൽസിലൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അതിന്റെ ആവശ്യം ഇതങ്ങ് താഴെ വരെ ഫ്രോക്ക് പോലെ തന്നെ ഇറക്കമുണ്ട് കേട്ടോ. ഈ കൈ ആ കൈയെല്ലാം അഴിച്ചു പിടി. ഇങ്ങനെ പിടിച്ചു കളിക്കും ഈ കൈ കൊണ്ട്. അങ്ങനെ ഇതൊരു ചുരിദാറാണ്. അതിന്റെ ഡിസൈനൊക്കെ കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? അങ്ങനെ മസാക്കലി ടൈപ്പ് മോഡലെല്ലാം തീർന്നിട്ടാ. പിന്നെ ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ചുരിദാർ. ഞാനിത് ഇടാ. കയ്യിലുടക്കി. കൈ മുറിഞ്ഞിരിക്കുക. ഇത് കണ്ടോ? ഇതൊരു ബ്ലാക്ക് ചുരിദാറാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ബോട്ടോ ഷോൾ. ഇതിന് പ്രത്യേകിച്ചൊരു ബോട്ടോ ഷോൾ എന്നുള്ളത് ഈ മെറ്റീരിയൽ ഉണ്ട്. ഇത് ഞാൻ കടയിൽ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാനത് വാങ്ങിയതാണ് കേട്ടോ. ഇതുകൊണ്ട് അല്ല ഇതിൽ തന്നെ ഉള്ളതാ. ഈ ഒരു ക്ലോത്ത് കൊണ്ട് നമുക്ക് സാരി ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു ചുരിദാറ്. അപ്പൊ ഒരു കാര്യം എത്ര കയറ്റി വരട്ടെ. അതല്ല ഇതെടുക്കാം. ഇതാ മോഡലല്ല ഇടണം. നീ എടുത്തോളാം. വേഗം എടുക്ക. സമയം പോയടാ. വിട് ഞാനതൊക്കെ എടുത്തോളാം. നീ എന്നെ ഈ കൈ കൊണ്ട് അങ്ങാ കൈ കൂടെ വലിച്ചു ഊരി വെക്കണേ. ഇത് പിന്നെ എല്ലാവരും കണ്ട ചുരിദാറായിരിക്കും കേട്ടോ. ആൻസോട്ടൻ ഉണ്ടാകുന്നതിന് മുമ്പ് വാങ്ങിയൊരു ചുരിദാറാണ്. ആൻസോട്ടനെ കൊണ്ട് ഞാൻ ഇതെനിക്ക് പാകമാണ് കേട്ടോ. ആൻസോട്ടനെ ഞാൻ എടുത്തോണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോയിലൊക്കെ ഇട്ടൊരു ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഇത് മായയുടെ ഇറങ്ങിയൊരു പണ്ടത്തെ മോഡൽസ് ചുരിദാറൊക്കെയാണ്. മാറാ അവിടെ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് നീ അടുത്തത് വേഗം എടുക്കണാവേ. അടുത്ത ചുരിദാർ വേഗം എടുക്കാതെ ഞാൻ എടുത്തോളാം. സമയം പോയത് കൊണ്ടാടാ. സമയം പോയത് കൊണ്ടായി പറയണേ. സമയം പോയില്ലോ. ഇത് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി തയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ അതിൻ്റെ അടുത്ത്
അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ വരുമായിരുന്നേ. അപ്പോൾ അവിടെ പോയിട്ട് അവരെടുത്തപ്പോൾ ഞാനും ചുമ്മാ ഒരു ഒരു തുണി എടുത്തതാണ് കേട്ടോ. ചുരിദാറിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തന്നെ ഡിസൈൻ കൊടുത്ത് ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. ഡിസൈനല്ല, ഞാൻ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടോ, കൈയൊക്കെ കണ്ടോ, 3/4. എനിക്ക് 3/4 ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമുക്ക് മെറ്റീരിയൽ അത് ഈ കലങ്കാരി വർക്കിനൊക്കെ ഡിസൈൻ അവരുടെ ഇറങ്ങിയില്ലായിരുന്നു. സാരി ബ്ലൗസും എല്ലാം കലങ്കാരി ഡിസൈൻ ഇറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ഒരു ചുരിദാർ മോഡലാണ് കേട്ടോ ഇത്. ഞാനിതൊന്നും ഇടാറില്ല, ചുരിദാറേ ഇടാറില്ലല്ലോ. പിന്നെ അടുത്തത് ഇത് ഞാൻ തന്നെ തയ്ച്ചൊരു ചുരിദാറാണ് കേട്ടോ. ഇത് സീമാസിന്ന് റിഡക്ഷൻ സെയിലിന് ക്ലോത്ത് മെറ്റീരിയൽ എടുത്തതാണ്, ചുരിദാർ മെറ്റീരിയൽ എടുത്തതാണ്. ഒന്നും ഞാൻ പിടിപ്പിച്ചതല്ല, അത് അതിനകത്ത് തന്നെ ഉള്ളതാണ്. അത് അതിനകത്ത് തന്നെ ഉള്ളതാടാ, ഞാനിതൊന്നും പിടിപ്പിച്ചതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാർ. പക്ഷെ എനിക്ക് തയ്ക്കാൻ അറിയില്ലാത്ത സ്റ്റേജിൽ ഞാൻ തയ്ച്ചതായതുകൊണ്ട് വൃത്തികെട്ട രീതിയിലായിരുന്നു. പക്ഷേ മുകളിലേക്കൊക്കെ ഷോളിട്ട് മറയ്ക്കുന്നത് കൊണ്ടേ, അതെ മുകളിലേക്കൊക്കെ ഷോളിട്ട് മറയ്ക്കുന്നതുകൊണ്ടേ നമ്മുടെ കഴുത്തും കയ്യൊന്നും ആരും കാണത്തില്ലല്ലോ കൂട്ടുകാരെ. അങ്ങനെ കേട്ടാ. പിന്നെ ഞാൻ ആദ്യം ഒരു ചുരിദാർ കാണിച്ചില്ലായിരുന്നോ, ഒരു തെങ്ങിൻ പൂക്കുലയുടെ. ആ തെങ്ങിൻ പൂക്കുലയുടെ ആ ചുരിദാർ എന്തിയാടാ, അതൊക്കെ എടുത്ത് വെച്ചോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങതാ സമയം പോയെന്നേ. അപ്പം അതെ അതിൻ്റെ ഒപ്പം അല്ല അതിൻ്റെ ഒപ്പം അവർ തന്നെ മഞ്ഞ ഇതിന് വേണ്ടിയിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞൊരു ചുരിദാർ അവർ തന്നെ തുണി എടുത്ത് തയ്ച്ചു തന്നതാണ്, ടോപ്പ് മാത്രമായിട്ട്. അപ്പം ഇതൊരെണ്ണം. ഞാൻ സാരി കൊടുത്ത് കഴിയുമ്പം എല്ലാവരും പറയും ഞാൻ സാരി കൊടുത്താൽ അടിപൊളിയാണെന്ന് പറയും. ഞാൻ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയും ചുരിദാറാണ് ഇട്ട് നല്ലതെന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് വെറുതെ കമൻസൊക്കെ കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ചുരിദാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നതായ ഒരു ചുരിദാറാണ്. ഇടാനൊക്കെ എളുപ്പമായതുകൊണ്ട് ഞാൻ ഇത് സ്ഥിരം ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നത്. ഇത് റെഡിമെയ്ഡാണ് കേട്ടോ. ഇത് നമ്മൾ സീമാസിൽ നിന്ന് എടുത്താണ്, തയ്ച്ച് വാങ്ങുന്നത് റെഡിമെയ്ഡ്. നമ്മൾ തുണിയെടുത്ത് തയ്പ്പിക്കുന്നത് അല്ലാത്തത്. അപ്പോൾ ഇത് സീമാസിൽ നിന്ന് എടുത്ത ഈ അംബ്രല്ല കട്ടിങ് ഇല്ലേ ബ്ലാക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് കളറ്. എനിക്ക് ശരിക്കും ചേരുന്ന ഒരു കളറുമാണ് കേട്ടോ ബ്ലാക്ക്. എനിക്ക് ലൈറ്റ് കളർ ചേരത്തില്ല. ഞാൻ ഇരുണ്ടതായതുകൊണ്ട് നമ്മൾ ലൈറ്റ് കളർ ഇടുമ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ള പോലത്തെ കളറാണ്, ഈ ലൈറ്റ് കളറല്ല. അപ്പോൾ എൻ്റെ ഡാർക്ക്നെസ് എടുത്ത് കാണിക്കും. എല്ലാവരും പറയും ഇരുണ്ട കളറുള്ളവർ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടണമെന്ന് പറയും. അത് വെറുതെയാണ്. ഇരുണ്ട കളറുള്ളവർ ഇപ്പോൾ ലൈറ്റ് കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇരുണ്ട കളർ എടുത്ത് കാണിക്കും. പക്ഷേ ബ്ലാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിനല്ലേ കുറച്ചുകൂടെ ബ്ലാക്ക് ആയിട്ട് നിൽക്കും. നമ്മുടെ കളറിന് ഇച്ചിരി നീ ആയതിങ്ങ് എടുത്തന്നേടാ, ആ ഒരു കളറിങ് എടുത്തന്നെയാ അത് ആ വെള്ള അത് ഇത് കണ്ട. ഞാൻ ഇരുണ്ടതാവുമ്പോഴില്ലേ ഈ ഇങ്ങനത്തെ കളർ ഇട്ട് കഴിയുമ്പോഴില്ലേ കണ്ടോ എൻ്റെ കൈയുടെ കളർ ഒന്നുകൂടെ കറുപ്പായിട്ട് എടുത്ത് കാണുന്ന കണ്ടോ. പക്ഷേ ഞാൻ ബ്ലാക്ക് കളർ ഇങ്ങനെ വെച്ച് കഴിയുമ്പം എൻ്റെ കൈക്ക് വെള്ള കളർ തോന്നുന്നത് കണ്ടോ, വ്യത്യാസം കണ്ടോ. എൻ്റെ കൈനേക്കാളും കറുപ്പ്, ഇത് എൻ്റെ അതിനേക്കാളും കറുപ്പ്. അതാണ് നമ്മൾ ഇരുണ്ട കളറുള്ളവർ എപ്പോഴും ഇടേണ്ടത്. ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ കാപ്പിപ്പൊടി അങ്ങനെയുള്ള കളറൊക്കെ ഉണ്ടല്ലോ, കോഫി കളറൊക്കെ, അതൊന്നും അത്ര ചേരത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ബ്ലാക്ക് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇതും റെഡിമെയ്ഡാണ്, ജീൻസിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ. ഇതും ഞാൻ അങ്ങനെ ഇപ്പോഴൊന്നും ഇടാറില്ല. ചുരിദാർ ഇപ്പം അങ്ങനെ ഇടാറ്. അത് വേറെ, അത് ഞാൻ തയ്പ്പിച്ചത് റെഡിമെയ്ഡ് എടുത്താണ്. ഇതൊരു ജീൻസിന്റെ ടോപ്പാണ്, യെല്ലോ ആണ് കേട്ടോ അതിന്റെ ഡിസൈൻ. അല്ല ജീൻസിന്റെ ഒരു ചുരിദാർ ടോപ്പാണ്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ചുരിദാറൊക്കെ വാങ്ങുമായിരുന്നു, ഒരുപാട് സാരിയൊക്കെ വാങ്ങുമായിരുന്നു. നിന്റെ അല്ലടാ, അതങ്ങോട്ട് വെച്ചാൽ വേഗം എടുത്തതാ, ടോപ്പുകൾ എടുത്താ. ഇത് പിന്നെ ഞാൻ നമ്മളെപ്പോഴും ഷോപ്പിലൊക്കെ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടുന്നൊരു ചുരിദാർ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് കേട്ടോ ഇത്. എനിക്ക് ബ്ലാക്ക് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് കേട്ടോ റെഡ്. ബ്ലാക്ക് കഴിഞ്ഞാലൊന്നുമില്ല. ഇത് റെഡല്ലേ, പക്ഷേ റെഡിഷ് അത് വേണ്ടടാ, അത് ഞാനതിൽ നിന്ന് മാറ്റാനിരിക്കുന്നതാ. അത് വേണ്ടടാ, ഇതൊരു ടോപ്പായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതെനിക്ക് കയറത്തില്ല, ഇപ്പോൾ ഒട്ടും കയറത്തില്ല. അതിനിപ്പം അങ്ങോട്ട് വെക്കണ്ട. ഇതേ ഞാനേ മറ്റേ കിളിച്ചുണ്ട മാമ്പഴം സിനിമയിൽ സീമ ചേച്ചിയുടെ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുടയൊക്കെ ആയിട്ട് പാഞ്ഞു വന്നിട്ട് എൻ്റെ അബ്ദുനിനി ആമിനയെ വേണ്ട എന്ന് പറയുന്ന സീന്. അതിനകത്ത് ഞാൻ മുണ്ടിൻ്റെ ഇതിലായിട്ട് ടോപ്പായിട്ടിട്ടത് ഞാൻ ഈ ഒരു ചുരിദാറായിരുന്നു കേട്ടോ. ഇത് ആ ഒരു ഡ്രസ്സുമായിട്ട് ശരിക്കും എന്തോ എവിടേക്കോ ഒരു മാച്ച് തോന്നി, അങ്ങനെയാണ് ഇട്ടാണ്. തീർന്നില്ലേടാ. ഇതാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് എടുത്ത ചുരിദാറെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തൊടുപുഴ ഒട്ടക്കളത്തിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഒട്ടക്കളം എന്ന് പറയുന്ന ഒരു
ഷോപ്പുണ്ട്. ഒരു വലിയ കടയാണ്. കയറി ചെല്ലുമ്പോൾ ചെറിയ കടയായിട്ട് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു കടയാണ്. തൊടുപുഴ വട്ടക്കളം അവിടെ കിഴക്കേ അറ്റത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത നല്ല കോസ്റ്റ്ലി ആയ ഒരു ചുരിദാറാണ്. നല്ല ഡിസൈന്, നല്ല ഹാൻഡ് വർക്ക് പോലെയുള്ള നല്ല അടിപൊളി ഡിസൈനായ ഒരു ചുരിദാറാണ്. ഞാനിത് ഇടാറില്ല സത്യത്തിൽ. ഞാനിത് വാങ്ങിയിട്ട് പോലും, ഇത് ഞാൻ കോളേജിൽ നിന്ന് പിള്ളേരെ കൊണ്ട് ടൂറ് പോകുമ്പം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ചുരിദാറാണ് കേട്ടോ. നമ്മൾ ടൂറൊക്കെ പോകുമ്പം കോളേജിൽ ഞാൻ ചുരിദാർ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്ഥിരം സാരി ആയിരുന്നു കേട്ടോ. എനിക്ക് ചുരിദാറിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. സാരി ഉടുക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ക്ലാസ്സിൽ നിൽക്കാനായിട്ട് എപ്പോഴും ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരുന്നത് കേട്ടോ. ഇനിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ചുരിദാർ ഇടുന്നതേ ക്ലാസ്സിൽ നിൽക്കുമ്പം എന്തോ ഇഷ്ടമല്ല. ഇത് പിന്നെ നിങ്ങൾ കണ്ടല്ല, നമ്മൾ മറൈൻ എക്സ്പോയൊക്കെ കാണാൻ പോയപ്പോൾ ഇട്ട ചുരിദാറാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചുരിദാർ. എനിക്ക് കോളറുള്ള ചുരിദാറുകൾ ടോപ്പ് ഇടുന്നത് എനിക്ക് നല്ലതാണ്. അങ്ങനെ ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് ഇത്. തീർന്നില്ല എടാ, ഇനിയില്ല. അതെല്ലാം പാൻസ്, അതെല്ലാം നമുക്ക് വേറെ വെക്കണം. അപ്പോൾ ഇത്രയുമാണ് കൂട്ടുകാരെ എൻ്റെ ചുരിദാർ കളക്ഷൻസ് എന്ന് പറയുന്നത്. കുറച്ച് എടുത്ത് വെച്ചോടെ ഇവിടെ നിന്നാടെ ഒരു തമ്മനയിലാക്കാം. പൊങ്ങി നിൽക്കുക, നിന്നെ കാണാൻ പറ്റത്തില്ല ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ. ഇവൻ നിന്റെ തലയിൽ എണ്ണ ഉണ്ടോടാ? താഴെ പോയി. അതുകൊണ്ട് എൻ്റെ സാരി കളക്ഷൻസ് കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ അല്ല, 2 വീഡിയോ അല്ല, 4 വീഡിയോ അല്ല, അതിന് മാത്രം ഇടാൻ മണ്ണിലിട്ട് ഉരുട്ടല്ലടാ, ഓരോന്നോരോന്നെടുത്ത് മടക്കിയിടും. അത്രമാത്രം ഉണ്ട് സാരി കളക്ഷൻസ് കേട്ടോ. അപ്പം ഇതെടുത്ത് വെക്കണ വീഡിയോയൊന്നും എടുക്കണില്ല. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ അധികം ചുരിദാറൊന്നും ഇടാത്തതും. എനിക്കധികം ചുരിദാറൊന്നും ഇല്ല. പിന്നെ പുതിയതൊക്കെ വാങ്ങണില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വാങ്ങണം എന്നൊക്കെ. പക്ഷേ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ കയ്യിൽ നിന്ന് കാശ് പോകുമല്ലോ എന്നോർത്തിട്ട് നമുക്കിപ്പം ഇടുന്ന ചുരിദാറിനേക്കാളൊക്കെ ആവശ്യം നമുക്ക് വേറെ പലതും ഉണ്ട്. ജീവിതത്തിലേക്കൊക്കെ കടന്ന് കുറേ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചെറുപ്പത്തിലൊക്കെ ഇല്ലേ, ഏത് മോഡൽ ഇറങ്ങിയാലും എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. ഇപ്പം പിന്നെ വാശി പിടിച്ച് കഴിയാൻ ആരുമില്ല, കേൾക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. അത് നീ വാങ്ങിച്ചു തരുമോ? അപ്പോൾ വളരട്ടെ, എന്നിട്ട് വേണം കുറച്ച് വാശിയൊക്കെ എടുക്കാൻ. പെണ്ണൊക്കെ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ ആരോടും വാശി എടുക്കാൻ ഇല്ലടാ. അല്ലടാ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യണം. ചുരിദാറൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏത് ചുരിദാർ ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞാൽ കമന്റിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. അയ്യോ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും ബിന്ദു ആൻഡ് ആൻസ്. ബൈ. ഫോൺ താഴ്ചാണ് കൂട്ടൂടാ.